ഇപ്പൊ ഡിസംബർ എക്സാമിന് ടൈം ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ല എന്നുള്ളത്. അപ്പൊ ഓണ എക്സാമിന്റെ പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടോ എന്ന് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 30 മാർക്കാണ്. ഏറ്റവും ശരിക്കും ഈ ഒരു ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷെ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ വന്നു. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. സോ +1 കാർ ഇനി കാത്തിരിക്കുന്നത് ക്രിസ്മസ് എക്സാം ആണല്ലേ. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് സ്കൂൾ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു എക്സാം എഴുതാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ആയിരിക്കും. സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല സ്കൂളുകളിലും ഇപ്പോഴും ഓണപരീക്ഷ കഴിഞ്ഞിട്ടില്ല. ചില സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിഞ്ഞു, ചിലർ നടത്തുന്നില്ല അല്ലേ. പക്ഷെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലേ ഈ കാര്യം പറയുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ദിവസമാണ് ഇനി പഠിക്കാൻ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ ഈ ടോപ്പിക്കൊക്കെ തീരുള്ളൂ. ഇതൊരിക്കലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പേടിപ്പിക്കുക ഒന്നല്ല ചെയ്യുന്നത്. അതിന്റെ കാര്യം പറഞ്ഞു. ഓണപരീക്ഷ +1 കാർക്ക് ഇല്ലായിരുന്നു. പക്ഷെ +2 കാർ ഓണപരീക്ഷ എഴുതി. സ്കൂൾ വൈസ് ആണെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് അവർ എഴുതിയത്. നിങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പൊ അവർക്ക് ക്രിസ്മസ് എക്സാമിന് 20% പോർഷൻസ് മാത്രമാണ് ഫസ്റ്റ് ടേമിൽ നിന്ന് ചോദിക്കുക. അപ്പൊ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതാണ് ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്ത് ചെയ്യാ, ടോട്ടലി ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ, അതായത് നിങ്ങളുടെ 90% ടോപ്പിക്സും ഇനി വരുന്ന 88 അല്ലെങ്കിൽ 89 ദിവസം കൊണ്ട് വേണം നിങ്ങൾ കവർ ചെയ്തെടുക്കാൻ. കെമിസ്ട്രിയെ സംബന്ധിച്ച് ആ മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലെ 2 ചാപ്റ്റർ ഒഴിച്ച്, ഹൈഡ്രോ കാർബണും ഓർഗാനിക് കെമിസ്ട്രിയും ഒഴിച്ച് എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാം. അതായത് 2 ചാപ്റ്റർ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചു കഴിയണം. ആ ടെക്സ്റ്റ് ബുക്ക് 2 ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്മസ് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴേ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിന് കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് നോക്കാം. 2 മാർക്കിന്റെ ഒരു ചോദ്യം, 3 മാർക്കിന്റെ ഒരു ചോദ്യം, 4 മാർക്കിന്റെ ഒരു ചോദ്യം, മൊത്തം 9 മാർക്ക് ആദ്യ ചാപ്റ്ററിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചു. ഒരു പക്ഷേ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കാണും. ഇപ്പോട്ടെ 3 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കാണും. ബേസിക് കോൺസെപ്റ്റും സ്ട്രക്ചർ ഓഫ് ആറ്റവും ക്ലാസിഫിക്കേഷനും മിക്കവാറും ആൾക്കാർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ. സ്കൂൾ വൈസ് എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ബട്ട് വെയിറ്റേജ് നോക്കി, ഇപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം സെക്കൻഡ് ചാപ്റ്റർ ആണ്. 13 മാർക്കാണ് ഏകദേശം ആ ചാപ്റ്ററിൽ നിന്ന്. കഴിഞ്ഞ വർഷം 13 മാർക്കിനുള്ള ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ കുഞ്ഞു ചാപ്റ്റർ ആണ്. ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വിചാരിക്കും ഒരു 4 മാർക്കോ 3 മാർക്കോ വരുന്നല്ലേ. പക്ഷേ കഴിഞ്ഞ വർഷം ചോദിച്ചത് 10 മാർക്കിന്. അതെ, 1 മാർക്കിന്റെതും 2 മാർക്കിന്റെതും 3 മാർക്കിന്റെതും 4 മാർക്ക് ഉൾപ്പെടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു. അതായത് ഇത് മനസ്സിലാക്കണം, ഒരു ചാപ്റ്റർ പോലും ഒഴിവാക്കി പഠിക്കരുത്. എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. കഴിഞ്ഞ വർഷം 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്രിസ്മസ് എക്സാമിന് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ പല സ്കൂളുകളിലും ഓണം എക്സാമിനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ബോണ്ടിങ്. അത് ക്രിസ്മസ് എക്സാമിനും ഉണ്ടാവും. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് ആവേണ്ട മാർക്കിന്റെ 60% മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. 14 മാർക്കാണ് കഴിഞ്ഞ വർഷം വന്നത്. ഇക്വിലിബ്രിയത്തിൽ നിന്നും 15. അപ്പൊ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ അതെ, ഒരു കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. കുറച്ച് ടഫ് ആണ്. അതായത് ബോണ്ടിങ്ങും ഇക്വിലിബ്രിയവും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 30 മാർക്ക് ആ ഒരു ചാപ്റ്ററുകളിൽ നിന്ന്. ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് മാർക്ക് ആയി എന്നുള്ള ഓർമ്മിക്കാം. 30 മാർക്കായി, 60-ൽ 30 യെസ്. അതേപോലെ റിഡോക്സ് റിയാക്ഷന്റെ പ്രത്യേകത, കഴിഞ്ഞ വർഷം പലയിടത്തും വിദ്യാർത്ഥികൾ ഈ ഒരു ചാപ്റ്റർ ഇല്ല എന്ന് നമ്മൾ തന്നെ ഒരുപാട് കൺഫ്യൂസ് ആയിരുന്നു. ചാപ്റ്റർ പഠിപ്പിക്കുന്നത് വേണോ വേണ്ടിയോ ഇല്ലാതിരുന്നു എന്ന് കരുതി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞ വർഷം ക്രിസ്മസ്. എനിക്ക് ഓർമ്മയുണ്ട്, ലാസ്റ്റ് മൊമെന്റ് വരെ നിങ്ങൾ കഴിഞ്ഞ വർഷം ടൈം ടേബിൾ എന്ത് ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിളേ വന്നിരുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വരിക ഒരു 1-2 ആഴ്ചക്ക് മുന്നേ മാത്രമായിരിക്കും കേട്ടോ മക്കളെ. അപ്പൊ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ടൈം ടേബിൾ ലാസ്റ്റ് മൊമെന്റിലായിരിക്കും വരിക. അപ്പൊ പഠിച്ചു തുടങ്ങാൻ ഇരിക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കാൻ ഇവർക്ക് എത്ര ദിവസം കിട്ടുക? വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളൂ. കെമിസ്ട്രിയിൽ തന്നെ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സും മാത്സും ഒക്കെ ധാരാളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നോക്കാം. 9-ാം തീയതി, ഡിസംബർ 9-ാം തീയതിയാണ് എക്സാം ആരംഭിച്ചത്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആയിരുന്നു. അതേപോലെ തന്നെ ഡിസംബർ 10 വരുന്ന പാർട്ട് 1 ഇംഗ്ലീഷ് ആയിരുന്നു സെക്കൻഡ് വന്നത്. 9-നും 10-നും 11-നും 12-നും എക്സാം ഉണ്ടായിരുന്നു. 11-ന് കെമിസ്ട്രിയും തൊട്ടടുത്ത ദിവസം 12-ാം തീയതി മാത്തമാറ്റിക്സും എക്സാം നടന്നു. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രണ്ട് സബ്ജക്ട് നോക്കി
ഒരുപാട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഒരുപാട് പഠിക്കാനുള്ള രണ്ട് സബ്ജക്റ്റുകളാണ്. ഇടയിൽ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. ഒരുപാട് അതേപോലെ gap ഒന്നുമില്ല. 17-ന് കമ്പ്യൂട്ടർ സയൻസ്, 18-ന് ഫിസിക്സ്, 19-ന് ബയോളജി, അങ്ങനെ തൊട്ടടുപ്പിച്ച ദിവസങ്ങളിലാണ്. അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള മാത്സും കെമിസ്ട്രിയും. കഴിഞ്ഞ തവണ ഏറ്റവും പ്ലസ് ടുക്കാർക്കൊക്കെ ഏറ്റവും ടഫ് ആയിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. അത്രയും NCERT ഓറിയന്റഡ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും ഒക്കെയാണ് ടഫായിട്ട് വന്നത്. ഓണം എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു അല്ലെ. അതുപോലെ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പോകുന്ന ടൈം എനിക്കറിയാം. നവംബർ എന്ന് പറഞ്ഞാൽ നവംബർ തുടങ്ങിയാൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങളിപ്പോ കളിയൊക്കെ നവംബർ ഒന്ന് റിലാക്സ്ഡ് ആവും. റിലാക്സ്ഡ് ആവരുത്. നിങ്ങൾ ആലോചിച്ചു റിലാക്സ് ആയാൽ പോയി ക്രിസ്മസ് എക്സാമിന് വേണ്ട പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന മക്കള് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ബൈ.